നിങ്ങൾ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഏതൊരു സമയത്തും നിങ്ങളിപ്പോൾ ഈ ഇടവക ദേവാലയമല്ല, നിങ്ങളൊരു യാത്രാമധ്യേ ഏതൊരു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കയറണം. കർത്താവേ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി ഈ ഭവനത്തിൽ വെച്ച്, ഈ ആലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേൽ രാപ്പകൽ ഉണ്ടായിരിക്കണമേ. ആ പ്രാർത്ഥനയോടെ ആ ദേവാലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക് കയറുന്ന നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? ആ ദേവാലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ആലയത്തിലേക്ക് കയറുമ്പോൾ അത് പ്രാർത്ഥിച്ചേക്കണം. നാളെ ബലിയർപ്പിക്കാൻ വരുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഈ പള്ളിയിലേക്ക് ഞാൻ കയറാൻ പോവാണ്, ഈ ആലയത്തിലേക്ക് ഞാൻ കയറുമ്പോൾ ഈ ആലയത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? കടാക്ഷം ഉണ്ടായിരിക്കണേ എന്ന് വെച്ചാൽ കടാക്ഷം. കടാക്ഷം തൃശ്ശൂർ വലിയ മലയാളക്കാരൊക്കെയാണെന്നുള്ള കേട്ടെ. 2 പുസ്തകോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് മാതൃഭൂമി, 2 DC ബുക്സ്, രണ്ടും നടക്കുന്നുണ്ട്. വല്ല പുസ്തകമൊക്കെ മേടിച്ച് വായിക്കും. മലയാളം. കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? കടം കയറി ഇക്ഷ വരച്ച് ഉമ്മെന്നായി പോണാണ് കടാക്ഷം ആണോ? അല്ല. പല അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് ഒരർത്ഥം ഇതാണ്: വളരെ കരുണയോടെ, വളരെ സ്നേഹത്തോടെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം. പല അർത്ഥങ്ങൾ. ഒന്ന് നമുക്ക് ബിബ്ലിക്കലി ചിന്തിക്കാൻ പറ്റുന്നതാണ്: വളരെ വലിയ കരുണയോടെ, വലിയ സ്നേഹത്തോടെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം, കടാക്ഷം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് ഇപ്പോൾ ഒരാൾ കയറുമ്പോൾ, ആ പ്രാർത്ഥനയും കൊണ്ട് ചെല്ലുമ്പോൾ ആ ദേവാലയത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു, ഇതിനകത്തേക്ക് കയറുന്ന നമ്മളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമന് കർത്താവ് കൊടുക്കുന്ന ഉത്തരം ഇതാണ്: എൻ്റെ ജനം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ എൻ്റെ കണ്ണും കാതും ഈ ആലയത്തിന് നേരെ തുറന്നിരിക്കും. നിങ്ങൾ കയറി ചെല്ലുന്നത് ഒരു കെട്ടിടത്തിലേക്കല്ല, നിങ്ങൾ കയറി ചെല്ലുന്നത് വിശുദ്ധിയല്ല, അതിനേക്കാൾ അപ്പുറമായി ഓർക്കുക, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഇടത്താണ് എന്ന്. ഓരോ ദേവാലയത്തിലും, അത് നിങ്ങൾ ഏത് രൂപതയിൽ പോകുമ്പോഴും, ഏത് രാജ്യത്ത് പോകുമ്പോഴും, ഏത് റൈറ്റിലുള്ള ദേവാലയത്തിൽ പോകുമ്പോഴും ഓർത്തേക്കണം, ആ പള്ളി അവരുടെ പള്ളി, ഈ പള്ളി ഞങ്ങളുടെ പള്ളി, ആ രീതി ഈ രീതി, നോ. ഇതിനെല്ലാം തച്ച് തകർത്ത് തൂരക്കളയേണ്ട സമയം വളരെയധികം അതിക്രമിച്ച് ഓർമ്മയുണ്ടാവേണ്ട ഒറ്റ കാര്യം: ഞാൻ പണിതതോ, എൻ്റെ അപ്പച്ചൻ പണിതതോ, ഞങ്ങളുടെ ഇടവക മുഴുവൻ പിരിവിട്ടതോ എന്ന പേരിൽ അഭിമാനിക്കാനുള്ളതല്ല ഒരു ദേവാലയവും. നമുക്ക് അഭിമാനിക്കണമെങ്കിൽ ഒറ്റ പേരിലാണ്: എൻ്റെ പിതാവിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്ന സ്ഥലം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരൊറ്റ ബോധം മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇടവക നാളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു അഭിഷേകത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് കയറി പോകാൻ വേണ്ടി ഈ ദേവാലയം ഒരു അനുഗ്രഹത്തിൻ്റെ ഇടമാകാൻ, തീർത്ഥാടന കേന്ദ്രമാകാൻ, അഭിഷേകത്തിൻ്റെ ഇടമാകാൻ, ഇവിടെ ഒരു ധ്യാന കേന്ദ്രമാകാൻ ഇത് മതി. ഓർത്താൽ മതി, കർത്താവിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്നു. നമ്മൾ കണ്ണടച്ചാലും, നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്തില്ലേലും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. പക്ഷെ ഇടവക ദേവാലയത്തെ മറന്നുകൊണ്ട് ഒരു പണിക്കും പോയേക്കല്ല്. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെയാണ് നീ മാമോദീസ മുങ്ങിയത്, ഇവിടെയാണ് നീ ആദ്യമായിട്ട് കുമ്പസാരിച്ച് നിന്റെ പാപം കഴുകിക്കളഞ്ഞത്, ഇവിടെ വെച്ചാണ് ആദ്യമായി നീ നാവിലൂടെ ഈശോയെ നിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചത്, ഇവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ, അഭിഷേകം സ്വീകരിച്ചത്. കിട്ടുന്നുണ്ടോ? നമ്മൾ അഭിഷേകം കിട്ടാൻ വേണ്ടി, അഭിഷേകം പുതുക്കാൻ വേണ്ടി ഒത്തിരി കേന്ദ്രങ്ങളിലേക്ക് ഓടുകയാണ്. പക്ഷെ നിനക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയ സ്ഥലം നിന്റെ ഇടവക ദേവാലയമാണ്. മറക്കരുത്. ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയാൽ ഉള്ളിൽ അന്ന് കിട്ടിയ മാമോദീസായാലും സ്ഥൈര്യലേപനത്തിലും കിട്ടിയ ആ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ഒന്ന് ഉണർത്താമെന്ന് മാത്രമേ ഉള്ളൂ. മറക്കരുത്, കിട്ടിയത് എവിടെ വെച്ചാണ്? ഇടവക ദേവാലയത്തിൽ വെച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. കൂദാശകൾ സ്വീകരിച്ചു, തിരുപ്പട്ടം സ്വീകരിക്കുന്ന വൈദികര്, സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നവര്, അവരെല്ലാം വലിയൊരു ആഘോഷമായിട്ട് ദേവാലയത്തിൽ വരുന്നുണ്ട്. ഇവിടെയുള്ള മിക്കവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. നിങ്ങളുടെ വിവാഹം നടന്നത് ഇവിടെയാണ്. നാളെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങളുടെ കുടുംബം ഒരു കലഹത്തിലേക്ക് പോകുന്നു, വിഭജനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താ? ആ അച്ഛനെ പോയി കണ്ടേക്കാം, ഈ ഗുരുവിനെ പോയി കണ്ടേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ യാത്ര ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ തേടി ആദ്യം വന്ന് മുട്ടുകുത്തേണ്ടതും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ തന്നെയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഇവിടെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പുറത്ത്. ഇവിടെ ഒരു ഇതില്ലെന്ന് പറയരുത്. ഇവിടെ ഇതില്ല, പക്ഷെ ഇവിടെ ഈശോയുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ ഏത് ഇടവകയിലുള്ളവരാണേലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഇടവകയെന്നെടുക്കുക, ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. ഈ ഇടവകയിൽ മാമോദീസ മുങ്ങിയാണ് നമ്മൾ ഈ ഒരു മതത്തിൻ്റെ ഭാഗമായത്, ഈശോയുടെ ഈ ആരാധന സമൂഹത്തിൻ്റെ ഭാഗമായത്. ഒരുപക്ഷെ ഈ ഒരു ഇടവക ദേവാലയത്തിൽ വെച്ചായിരിക്കും നിങ്ങൾ എല്ലാ കൂദാശകളും സ്വീകരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ സഹോദരിമാർ മാത്രം നിങ്ങളുടെ വിവാഹമെന്ന കൂദാശ മറ്റൊരു ദേവാലയത്തിൽ വെച്ച് നടത്തും. ബാക്കി നിങ്ങളുടെ എല്ലാ കൂദാശകളും നടക്കുന്നത് ഈ ദേവാലയത്തിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ യാത്ര വന്ന് അല്ലേ, ഒരച്ഛൻ വന്ന് മണ്ണെ മടങ്ങുക, അങ്ങനെയാണോ നിങ്ങളുടെ പള്ളി പറയുന്നത്? അല്ല, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുക. അവസാനത്തെ ഒരു ശുശ്രൂഷ വരെ എല്ലാ കൂദാശകളും, അവസാനത്തെ ഈ ഒരു അന്ത്യയാത്ര, വലിയ ശുശ്രൂഷയും എല്ലാം നടക്കുന്നത് നമ്മുടെ ഈ ദേവാലയത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം, ഈ ക്രൈസ്തവ ജീവിതം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഇടവക ദേവാലയത്തിലാണ്. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വലിയൊരു രഹസ്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട്, ഒരുപാട് അടയാളങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളിലോ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങൾ, വിശുദ്ധർ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങൾ, ഒരുപാട് ഫേമസ് ആയ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ എല്ലാം ഉണ്ട്. ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഓടി ചെല്ലുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വരുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ ധ്യാനം നടക്കാത്ത സമയത്ത് പോലും എന്തോ ആളുകളാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഒരു ധ്യാന കേന്ദ്രമാണ്. അമ്മയുടെ വലിയ സാന്നിധ്യം, സ്നേഹമൊക്കെ അറിയുന്ന ഒരിടമാണ്. ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ മാത്രമല്ല, നമുക്കറിയാവുന്ന വലിയ ധ്യാന കേന്ദ്രങ്ങളിൽ, അത്ഭുതങ്ങൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരുപാട് മനുഷ്യർ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ അടുത്തുള്ള മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ, ഡിവൈനിൽ ഒക്കെ നമുക്കറിയാലോ എന്തോരം സ്ഥലങ്ങളിൽ നിന്നാണ്, എന്തോരം ഭാഷ സംസാരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ജെറുസലേം ധ്യാന കേന്ദ്രം തലോറിൽ എന്തോരം സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയും ഈശോയുടെ കൃപ സ്വീകരിക്കുകയും ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയും എൻ്റെ വലിയൊരു കടമ എന്ന രീതിയിലും ഞാൻ നിങ്ങളോട് പറയാണ്, ലോകത്തിൽ നിങ്ങൾ എത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടാലും, എത്ര വലിയ അത്ഭുതം നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞാലും, ഞാൻ പറയാണ് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ, പൂർണ്ണ ബോധത്തോടെ ഞാൻ പറയാണ്, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. ആ ധ്യാന കേന്ദ്രത്തെ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്നോട് ഞാൻ പറയാണ്, നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, നമ്മുടെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം, നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന ഇടം നമ്മുടെ ഇടവക ദേവാലയമാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേതൊരു കേന്ദ്രവും. അതൊരിക്കലും നിങ്ങൾ മറന്നുപോയേക്കല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ഇപ്പൊ പല പള്ളികളിൽ കേരളത്തിലോ പുറത്തോ ഒക്കെ പോയി ഒത്തിരി ധ്യാനങ്ങൾ ചെയ്ത ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, പലപ്പോഴും ആളുകൾക്ക് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടാൻ ഇഷ്ടമാണ്, അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഓടാൻ ഇഷ്ടമാണ്, അവിടെ ശുശ്രൂഷ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഇടവക ദേവാലയത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ ഇവിടെ വലിയ ഒരു ഇതില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു ഏതില്ല, അപ്പുറത്ത് അവിടെ ഇത് നടന്നു, ഇവിടെ നടന്നു. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലോട് വരാറുണ്ട്, ഞാൻ ഓടിക്കാറുണ്ട്. ആൾക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവരെ ഓടിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒരു മാസമൊക്കെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരാഴ്ച പ്രാർത്ഥിക്കുന്നവരുണ്ട്, മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്, നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ ഇടവക ദേവാലയത്തെ മറന്ന് നിങ്ങൾ എന്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്തൃസന്നിധിയിൽ അത് സ്വീകാര്യമാകുന്നില്ല. നിങ്ങളുടെ ദേവാലയത്തോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഇടവക ധ്യാനം നടക്കുന്നു. ഇപ്പം ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ കൺവെൻഷൻ സംബന്ധിക്കാതെ ധ്യാനത്തിന് പോകുന്നവരുണ്ട്. സങ്കടം ഉണ്ടായിട്ടല്ല, ചെറിയ വിഷമമൊക്കെ ഉണ്ടായിട്ടാണ്. നല്ലതാണ്, നിങ്ങൾ പോകണം. നിങ്ങൾ വചനം കേൾക്കുന്ന എല്ലായിടങ്ങളിലേക്കും നിങ്ങൾ പൊക്കും. പക്ഷെ നിങ്ങളുടെ ഇടവകയോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും അത് തിരുസന്നിധിയിൽ സ്വീകാര്യമാവുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മിനിസ്ട്രിയോട്, ഒരു ശുശ്രൂഷയോട്, ഒരു ധ്യാനകേന്ദ്രത്തോടൊക്കെ ചേർന്ന് നിൽക്കണം. തീർച്ചയായിട്ടും അവിടെ ഹെൽപ്പ് ചെയ്യണം, പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയോ മറ്റു ശുശ്രൂഷകൾക്കോ ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പക്ഷെ ഇടവക ദേവാലയത്തെ മറന്നുകൊണ്ട് ഒരു പണിക്കും പോയേക്കല്ല്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെയാണ് നീ മാമോദീസ മുങ്ങിയത്, ഇവിടെയാണ് നീ ആദ്യമായിട്ട് കുമ്പസാരിച്ച് നിന്റെ പാപം കഴുകി കളഞ്ഞത്, ഇവിടെ വെച്ചാണ് ആദ്യമായി നീ നാവിലൂടെ ഈശോയെ നിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചത്, ഇവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ, അഭിഷേകം സ്വീകരിച്ചത്. കിട്ടുന്നുണ്ടോ? നമ്മൾ അഭിഷേകം കിട്ടാൻ വേണ്ടി, അഭിഷേകം പുതുക്കാൻ വേണ്ടി ഒത്തിരി കേന്ദ്രങ്ങളിലേക്ക് ഓടുകയാണ്. പക്ഷെ നിനക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയ സ്ഥലം നിന്റെ ഇടവക ദേവാലയമാണ്. മറക്കരുത്. ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയാൽ ഉള്ളിൽ അന്ന് കിട്ടിയ മാമോദീസായാലും സ്ഥൈര്യലേപനത്തിലും കിട്ടിയ
ആ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ഒന്ന് ഉണർത്താമെന്ന് മാത്രമേ ഉള്ളൂ. മറക്കരുത്, കിട്ടിയത് എവിടെ വെച്ചാണ്? ഇടവക ദേവാലയത്തിൽ വെച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറ ഹല്ലേലൂയാ. നിങ്ങൾ കൂദാശകൾ സ്വീകരിച്ചു, തിരുപ്പട്ടം സ്വീകരിക്കുന്ന വൈദികര്, സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നവര്, അവരെല്ലാം വലിയൊരു ആഘോഷമായിട്ട് ദേവാലയത്തിൽ വരുന്നുണ്ട്. ഇവിടെയുള്ള മിക്കവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. നിങ്ങളുടെ വിവാഹം നടന്നത് ഇവിടെയാണ്. നാളെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങളുടെ കുടുംബം ഒരു കലഹത്തിലേക്ക് പോകുന്നു, വിഭജനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താ? ആ അച്ഛനെ പോയി കണ്ടേക്കാം, ഈ ഗുരുവിനെ പോയി കണ്ടേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ യാത്ര ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ തേടി ആദ്യം വന്ന് മുട്ടുകുത്തേണ്ടതും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ തന്നെയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഇവിടെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പുറത്ത്. ഇവിടെ ഒരു ഇതില്ലെന്ന് പറയരുത്. ഇവിടെ ഇതില്ല, പക്ഷെ ഇവിടെ ഈശോയുണ്ട്. ശക്തിയോട് പറ ഹല്ലേലൂയാ. അവിടെയെങ്കിലും ഈശോ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇത് എവിടെ ആരംഭിച്ചോ അവിടേക്ക് വേണം സത്യത്തിൽ നിങ്ങളുടെ എല്ലാ കൃപകളുടെയും സ്രോതസ്സായ ഇടവക ദേവാലയത്തിനോട് ചേർന്ന് നിൽക്കണം, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം. സങ്കീർത്തനം 43 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 43 4ഉം 5ഉം വാക്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. ബൈബിൾ ഒന്ന് എടുക്കാമോ? സങ്കീർത്തനം 43 സങ്കീർത്തനം, അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദം. ഇതൊരു സ്വാമിജിയുടെ പേരല്ല കേട്ടോ, പരമാനന്ദം എന്നൊക്കെ ചിന്തിച്ചേക്കും. 43 സങ്കീർത്തനം, അതിൻ്റെ 4ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടാം, ഒരു സന്തോഷം കിട്ടാം, ഒരു സൗഖ്യം കിട്ടാം. പക്ഷെ നിങ്ങൾക്കൊരു ആനന്ദം ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത, ഒരു സഹനത്തിനും ഒരു ചോദ്യങ്ങൾക്കും ഒരു സങ്കടത്തിനും എടുത്തു മാറ്റാൻ പറ്റാത്ത ആ പരമാനന്ദം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ക്രൈസ്തവരായി തീർന്ന, നിങ്ങൾ കൂദാശകളുടെ ബലപ്പെട്ട അഭിഷേകത്തിലേക്ക് വളരുന്ന, ആ കൂദാശകൾ സ്വീകരിക്കുന്ന ഇടവക ദേവാലയം. ആ ദേവാലയമാണ് നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം. ആ ദേവാലയമാണ് നമ്മുടെ ഏറ്റവും വലിയ ബൈബിൾ കളരി. ആ ദേവാലയമാണ് നമ്മുടെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. പലതരത്തി ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. കരങ്ങൾ രണ്ടും ഉയർത്താമോ? നിങ്ങളുടെ ഇടവകയിൽ എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ? എത്രയുണ്ട്? അതൊരു നമ്പറല്ല. കരങ്ങൾ രണ്ടും ഉയർത്തി നമ്മുടെ ഈ ഇടവക മുഴുവനും കുടുംബങ്ങളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, വിശുദ്ധ അന്നയുടെ ഒരു വലിയ സാന്നിധ്യം, 12 അപ്പസ്തോലന്മാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങളുടെ പള്ളിയുടെ ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. 12 അപ്പസ്തോലന്മാരുടെ തിരുസ്വരൂപം അവിടെ പ്രതിഷ്ഠിച്ചത് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ വിശുദ്ധ അന്നയോട് ഒരുപാട് നിയോഗങ്ങൾ, നിങ്ങളുടെ നൊവേന പുസ്തകമൊക്കെ വർഗീസേട്ടൻ വന്ന ദിവസം തന്നെ എൻ്റെ കയ്യിലേക്ക് തന്നായിരുന്നു. ഇവിടുത്തെ നൊവേന അന്നപാതയെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഒത്തിരി നിയോഗങ്ങൾ ഇങ്ങനെ നമ്മൾ വിശുദ്ധ അന്നയുടെ മധ്യസ്ഥം വഴി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി, വിശുദ്ധരുടെ മധ്യസ്ഥം വഴിയൊക്കെ സമർപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു കുഞ്ഞു പ്രാർത്ഥനയും കൂടെ പറഞ്ഞു തരികയാണ്. ഉള്ള പ്രാർത്ഥനയൊന്നും ചൊല്ലി തീർക്കാൻ സമയമില്ല, എന്നാൽ ഇത് ചെല്ലാൻ സമയമുണ്ടാവും. അതായത് നിങ്ങൾ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ ചിലപ്പോൾ ചുമ്മാ കയറി വരുമായിരിക്കും. നിങ്ങളൊരു യാത്രാമധ്യേ ജസ്റ്റ് ഒന്ന് ഈശോയെ കണ്ട് ഒരു സ്നേഹം കൊടുത്തിട്ട് പോകാം എന്ന് വിചാരിക്കുമായിരിക്കും. ചിലപ്പോൾ ബലിയർപ്പിക്കാൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ജപമാല ചെല്ലാൻ വേണ്ടി നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വരുമായിരിക്കും. ഏതൊരു സമയത്തും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ദേവാലയത്തിൻ്റെ ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടേക്കുമായിരിക്കും അല്ലേ? വർഗീസ് ചേട്ടൻ എവിടെ അല്ലേ? ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കും. ഞായറാഴ്ചകളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാന കവാടം എപ്പോഴും തുറന്നു കിടക്കും. നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഒരു പ്രാർത്ഥന ചെല്ലണം. അതിനെന്താണെന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ ഒരു ദേവാലയം നമ്മൾ കാണുന്നുണ്ട്, സോളമൻ പണി കഴിപ്പിച്ച ജെറുസലേം ദേവാലയം. ഇപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ സിമ്പിളായിട്ടത് പറഞ്ഞുതരാം. ദാവീദിന് വലിയ ആഗ്രഹമായിരുന്നു ദേവാലയം പണിയണമെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ അല്ല, നിന്റെ മകൻ ദേവാലയം പണിയും. ആരാണ് ദാവീദിൻ്റെ ആ മകൻ? സോളമൻ. ഉറക്കെ പറ, ആരാണ്? സോളമൻ. അപ്പം സോളമൻ ദേവാലയം നിർമ്മിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ്. ദാവീദിനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട മലയിൽ കർത്താവ് ദാവീദിനോട് പറഞ്ഞ ആ സ്ഥലത്ത് സോളമൻ ദേവാലയം പണിയാൻ വേണ്ടി ഒരുങ്ങാണ്. പണിയെല്ലാം പൂർത്തിയാക്കി അന്ന് കണ്ടതിൽ വെച്ച്, അന്ന് ആ ലോകം അറിയുന്ന, ആ പ്രദേശം അറിയുന്നിടത്ത് വെച്ച് ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ്, ഇല്ലെങ്കിൽ ഏറ്റവും റിച്ചായ ഒരു സൃഷ്ടി
സോളമൻ അത് പണി പൂർത്തിയാക്കുന്നു. അടുത്ത ദിവസം ദേവാലയം പ്രതിഷ്ഠിക്കുകയാണ്. ദേവാലയം പ്രതിഷ്ഠിക്കുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞാൽ കൂദാശകർമ്മം നടത്തുകയാണ്. ഇപ്പം നിങ്ങൾ ഈ പള്ളി പുനർനിർമ്മാണം നടത്തുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം പിതാവ് വന്നിട്ട് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പള്ളി പണിയുമ്പോൾ കൂദാശകർമ്മം നടത്തും. ബലിപീഠമൊക്കെ റോസ്മ ചെയ്യും, ദേവാലയം വെഞ്ചരിക്കും. അതിന് വലിയൊരു ശുശ്രൂഷയാണ്. അപ്പം അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഇങ്ങനെ ദേവാലയ പ്രതിഷ്ഠയുണ്ട്. അപ്പം സോളമൻ ദേവാലയം പ്രതിഷ്ഠിക്കുന്ന തലേ രാത്രി ഇങ്ങനെ ഉണർന്നിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇങ്ങനെയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം. ബൈബിളുള്ളവർ ഒന്ന് എടുത്തോ കേട്ടോ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം. സോളമൻ വാഗ്ദാന പേടകമൊക്കെ ദേവാലയത്തിൽ കൊണ്ട് വെക്കുന്നു. അതിനുശേഷം സോളമൻ്റെ പ്രാർത്ഥനയാണ്. സമയമുള്ളപ്പോൾ പിന്നീട് അത് മുഴുവനായിട്ട് വായിക്കുക. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലാണ് സോളമൻ്റെ വളരെ സുന്ദരമായ വലിയ ശക്തമായൊരു പ്രാർത്ഥന കിടക്കുക. 1 രാജാക്കന്മാർ 8:29 വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടെ. സോളമൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിൻ്റെ മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിൻ്റെ മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഏതൊരു സമയത്തും നിങ്ങളിപ്പോൾ ഈ ഇടവക ദേവാലയമല്ല, നിങ്ങളൊരു യാത്രാമധ്യേ ഏതൊരു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കയറണം. കർത്താവേ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി ഈ ഭവനത്തിൽ വെച്ച്, ഈ ആലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. ആ പ്രാർത്ഥനയോടെ ആ ദേവാലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക് കയറുന്ന നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? ആ ദേവാലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ആലയത്തിലേക്ക് കയറുമ്പോൾ അത് പ്രാർത്ഥിച്ചേക്കണം. നാളെ ബലിയർപ്പിക്കാൻ വരുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഈ പള്ളിയിലേക്ക് ഞാൻ കയറാൻ പോവാണ്. ഈ ആലയത്തിലേക്ക് ഞാൻ കയറുമ്പോൾ ഈ ആലയത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അങ്ങയുടെ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? കടാക്ഷം ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ കടാക്ഷം കടാക്ഷം തൃശ്ശൂർ വലിയ മലയാളക്കാരൊക്കെ എന്നുള്ള കേട്ടെ. 2 പുസ്തകോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് മാതൃഭൂമി, 2 DC ബുക്സ്, രണ്ടും നടക്കുന്നുണ്ട്. വല്ല പുസ്തകമൊക്കെ മേടിച്ച് വായിക്കും. മലയാളം. കടാക്ഷം എന്ന് വെച്ചാൽ എന്താ? കടം കയറി ഇക്ഷ വരച്ച് ഉമ്മെന്നായി പോണാണ് കടാക്ഷം ആണോ? അല്ല. പല അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് ഒരർത്ഥം ഇതാണ്: വളരെ കരുണയോടെ, വളരെ സ്നേഹത്തോടെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം. പല അർത്ഥങ്ങൾ. ഒന്ന് നമുക്ക് ബിബ്ലിക്കലി ചിന്തിക്കാൻ പറ്റുന്നതാണ്: വളരെ വലിയ കരുണയോടെ, വലിയ സ്നേഹത്തോടെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം, കടാക്ഷം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് ഇപ്പോൾ ഒരാൾ കയറുമ്പോൾ, ആ പ്രാർത്ഥനയും കൊണ്ട് ചെല്ലുമ്പോൾ ആ ദേവാലയത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇതിനകത്തേക്ക് കയറുന്ന നമ്മളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമന് കർത്താവ് കൊടുക്കുന്ന ഉത്തരം ഇതാണ്: എൻ്റെ ജനം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ എൻ്റെ കണ്ണും കാതും ഈ ആലയത്തിന് നേരെ തുറന്നിരിക്കും. നിങ്ങൾ കയറി ചെല്ലുന്നത് ഒരു കെട്ടിടത്തിലേക്കല്ല. നിങ്ങൾ കയറി ചെല്ലുന്നത് വിശുദ്ധിയല്ല, അതിനേക്കാൾ അപ്പുറമായി ഓർക്കുക, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഇടത്താണ് എന്ന്. ഓരോ ദേവാലയത്തിലും, അത് നിങ്ങൾ ഏത് രൂപതയിൽ പോകുമ്പോഴും, ഏത് രാജ്യത്ത് പോകുമ്പോഴും, ഏത് റൈറ്റിലുള്ള ദേവാലയത്തിൽ പോകുമ്പോഴും ഓർത്തേക്കണം, ആ പള്ളി അവരുടെ പള്ളി, ഈ പള്ളി ഞങ്ങളുടെ പള്ളി, ആ രീതി ഈ രീതി. നോ, ഇതിനെല്ലാം തച്ച് തകർത്ത് തൂരക്കളയേണ്ട സമയം വളരെയധികം അതിക്രമിച്ച് ഓർമ്മയുണ്ടാവേണ്ട ഒറ്റ കാര്യം: ഞാൻ പണിതതോ, എൻ്റെ അപ്പച്ചൻ പണിതതോ, ഞങ്ങളുടെ ഇടവക മുഴുവൻ പിരിവിട്ടതോ എന്ന പേരിൽ അഭിമാനിക്കാനുള്ളതല്ല ഒരു ദേവാലയവും. നമുക്ക് അഭിമാനിക്കണമെങ്കിൽ ഒറ്റ പേരിലാണ്: എൻ്റെ പിതാവിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്ന സ്ഥലം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരൊറ്റ ബോധം മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇടവക നാളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു അഭിഷേകത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ഈ ദേവാലയം ഒരു അനുഗ്രഹത്തിൻ്റെ ഇടമാകാൻ, തീർത്ഥാടന കേന്ദ്രമാകാൻ, അഭിഷേകത്തിൻ്റെ ഇടമാകാൻ, ഇവിടെ ഒരു ധ്യാന കേന്ദ്രമാകാൻ ഇത് മതി. ഓർത്താൽ മതി, കർത്താവിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്നു. നമ്മൾ കണ്ണടച്ചാലും, നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്തില്ലേലും
കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. കാരണം ഒരുപാട് പേര് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസർ ആരാധിക്കുന്ന ഇടമാണ്. കർത്താവ് കടാക്ഷത്തോടെ നോക്കി നിൽക്കുന്ന ഇടമാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വീശി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ഈ ദേവാലയം തന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒറ്റ ക്ലാപ്പ്. ശ്രദ്ധിച്ചിരുത്, ഇത് പിടിയിട്ടുന്നുണ്ടോ? ഈ ദേവാലയം അത്ര പ്രധാനമാണ്, നിങ്ങൾ മറന്നു പോകില്ല. ഞാൻ ആ ഇത് എന്ന വാക്ക് ഉപയോഗിച്ച് എന്നറിയോ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞ ഈ പള്ളിയിൽ ഒരു ഇതില്ലെന്നോ, ഒരു ഇതില്ല. എന്താണോ ആ ഇത്? ഇവിടെ ഉള്ള ആ ഇത് ഈശോ ഇവിടെ ഉണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലുണ്ടാവേണ്ട ഒരു ബോധ്യം ഇതാണ്. രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത്. ഒന്ന്, കർത്താവിന് ഒന്നും അസാധ്യമല്ല. കർത്താവിന് ഒന്നും അസാധ്യമല്ല. പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞൊരു കാര്യമാണ്, കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഓർത്തിരിക്കേണ്ട മറ്റൊരു വചനഭാഗമാണ് ജോബിന്റെ പുസ്തകം. പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരുവിധ പദ്ധതിക്കും തടസ്സമിടാനാവില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരുവിധ പദ്ധതിക്കും തടസ്സമിടാനാവില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നീറുന്ന ചില നൊമ്പരങ്ങൾ, നമ്മുടെ ജീവിതാവശ്യങ്ങൾ എന്തു തന്നെ ആവട്ടെ, അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണേ, കർത്താവിനൊന്നും അസാധ്യമല്ല. കർത്താവിനൊന്നും അസാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. രണ്ടാമത്തത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന് നിവർന്നിരിക്കാവോ? അച്ഛൻ നിൽക്കുന്ന പോലെ നിവർന്ന് നിൽക്കുക. ഓക്കെ. ഒന്നാമത്തത്, കർത്താവിനൊന്നും അസാധ്യമല്ലെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം പ്രാർത്ഥിക്കുമ്പോൾ. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ തിന്നല്ലേ, കിട്ടി, അപ്പുറത്ത് കിട്ടി, എനിക്കും കിട്ടുമായിരിക്കും എന്നൊക്കെ ഒരല്പവിശ്വാസത്തോടെയും ഒരു സംശയത്തോടു കൂടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ചിലപ്പം നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ ഈ സങ്കടം കണ്ടിട്ട്, ഇത്ര നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ നമ്മളോട് പറഞ്ഞു കാണും, ഇനി പ്രാർത്ഥിക്കണോ, ഇനി വിടുപ്പോ, വിധി ഇങ്ങനെയായി പോട്ടെ. ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തോന്നിക്കാണും, കർത്താവേ തീർന്നു, ചിലപ്പോൾ ഇനി പള്ളിപ്പോക്ക് തന്നെ നിർത്തും, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും അച്ഛന് പറയാനുള്ളതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ നിയോഗമാവട്ടെ, എത്ര കാലമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാവട്ടെ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരൊറ്റ ബോധം വേണം, ദൈവത്തിന് അസാധ്യമല്ല. ചുറ്റുമുള്ളവർ പറയും നടക്കില്ല, എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുന്നു ചിലപ്പോഴേ നടക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരിക്കലും കെടാത്ത ആ വിശ്വാസം എന്തായിരിക്കണം, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളോടൊരു കാര്യം പോയി ചോദിക്കുമ്പോൾ, ഈശോയോടൊരു കാര്യം പോയി ചോദിക്കുമ്പോൾ, ഒരു മനുഷ്യനോടൊരു കാര്യം പോയി ചോദിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുക, അച്ഛാ എനിക്കൊരു 500 രൂപ താ. ചുമ്മാ ചോദിക്കല്ലേ കേട്ടോ, തരൂല. ചുമ്മാ നിങ്ങൾ ചോദിക്കുകയാണ്, അച്ഛാ എനിക്കൊരു 500 രൂപ തരുമോ? നിങ്ങൾക്കൊരു ബോധമുണ്ട്, ഒന്ന് അച്ഛന് ഇത് അസാധ്യമല്ല. ഏത് 500? കണ്ടിട്ടൊരു 500-ൻ്റെ ലുക്കൊക്കെ ഉണ്ട്, 500 കൈ കാണും, ഒരു കൊന്ത മാത്രമേ ഉള്ളൂ, പൈസ ഞാൻ പേഴ്സിൽ വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ ഒരാളോട്, ഒരു വ്യക്തിയോടൊരു കാര്യം ചോദിക്കുകയാണ്, എനിക്കിതൊന്ന് ചെയ്തു തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു ഇത്രയും പൈസ തരുമോ, എനിക്കൊരു 500 രൂപ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മറിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ മാനുഷികമായിട്ടുള്ള ബോധം ഇതാണ്, ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തരാൻ പറ്റും, ഇയാൾക്ക് ഇത് അസാധ്യമല്ല. കിട്ടുന്നുണ്ടോ? 2, ഒരു പ്രതീക്ഷ ഉള്ളിടത്താണല്ലോ നമ്മൾ പോയി ചോദിക്കുന്നേ. വഴി കാണുന്ന എല്ലാവരോടും നിങ്ങൾ ഈ 500 രൂപ ചോദിക്കുമോ? ചോദിക്കുമോ? ഇല്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ബന്ധുവായിരിക്കാം, നമ്മുടെ ഒരു പ്രിയ സുഹൃത്തായിരിക്കാം, നമ്മുടെ കൂടെ പഠിച്ച ഒരാളായിരിക്കാം, നമ്മളെ പണ്ട് പരിചയമുള്ള ഒരാളായിരിക്കാം, ഒരുപക്ഷെ പണ്ട് നിങ്ങൾക്ക് ജോലി തന്ന ഒരാളായിരിക്കാം, നിങ്ങളെ ഒന്ന് സഹായിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഉറപ്പുള്ള ഒരാൾ. ഇയാൾക്ക് അസാധ്യമല്ല, ഇയാൾ കൈവിടുകയില്ല എന്നൊരു ബോധം വേണം. അങ്ങനെ ഒരാളോട് നമ്മൾ പോയി ചോദിക്കുള്ളൂ. ഇപ്പം നമുക്കൊരു ആത്മീയതയിൽ നമ്മളിത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈശോയോട് നമ്മൾ ഏത് നിയോഗവും പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് എൻ്റെ ദൈവത്തിന് ഇത് അസാധ്യമല്ല. രണ്ടാമത്തത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, ചോദിക്കുമ്പോൾ ഇത് എൻ്റെ കയ്യിലില്ല, ഞാൻ ഒരാളോട് 500 രൂപ ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ ഇതില്ല, ഇയാൾ എനിക്ക് തരും ഒരു വിശ്വാസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കിട്ടിക്കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ ചോദിക്കാൻ പഠിക്കണം. എങ്ങനെ ചോദിക്കണം? ഇത് കിട്ടിക്കഴിഞ്ഞു.
അത് ഇച്ചിരി അസാമാന്യം ഒരു ധൈര്യം ആവശ്യമാണ്. ആത്മീയ കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നാളിതുവരെ എത്രയോ കാലങ്ങളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഇതെനിക്ക് താ, ഞാൻ എത്ര കാലമായില്ലേ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്ര കാലമായില്ലേ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു, എനിക്ക് വിശ്വാസമുണ്ട് നീ തരുമെന്ന്, അങ്ങേക്ക് ഇത് അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരല്പം കടന്നിട്ടുള്ളൊരു വിശ്വാസം, ഒരു ഉറപ്പാണ്, ഒരു ട്രസ്റ്റാണ്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അസാമാന്യമായ ഒരു ധൈര്യം വേണം. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. കർത്താവേ, അത്ര കണ്ണും പൂട്ടി ഇത് ഏറ്റെടുക്കാനും വിശ്വസിക്കാനുള്ള ഒരു കൃപ തരണേ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറ ഹല്ലേലൂയാ. പുതിയ നിയമത്തിലൊരു സുന്ദരമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു പഴയ നിയമ പശ്ചാത്തലം പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് ഇസ്രായേൽ ജനം എപ്പോഴും ഇങ്ങനെ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് യുദ്ധങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സാധാരണ ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പലതരം ബലിയർപ്പണങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ 7 തരത്തിലുള്ള ബലിയർപ്പണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ അവരുടെ പാരമ്പര്യങ്ങളിൽ, യഹൂദരുടെ പാരമ്പര്യങ്ങളിൽ ഉണ്ടായിരുന്നതുമായ ഒരു ബലിയർപ്പണമാണ് തോദാ ബലിയർപ്പണം. പറയാമോ? പോടാന്നൊക്കെയാണല്ലോ പറയുന്നത്. 10 മണിക്ക് ഞാൻ പൊക്കോളാം. ഉറക്കെ പറ, തോദാ ബലിയർപ്പണം. പറഞ്ഞേ, അതൊരു പ്രത്യേകതരം ബലിയാണ്. ബൈബിളിലില്ല, എന്നാൽ യഹൂദരുടെ പാരമ്പര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. ആ ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽക്കാർ എപ്പോഴും യുദ്ധത്തിൻ്റെ മുന്നണിയിലായിരുന്നു, എപ്പോഴും യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ രാജാവുണ്ട്, പട്ടാളക്കാരുണ്ട്, ഒരു ടീം, ഒരു ബറ്റാലിയൻ എല്ലാം ഉണ്ട്. പുരോഹിതന്മാർ ഇവരുടെ കൂടെയുണ്ട്. പുരോഹിതന്മാരാണല്ലോ ബലിയർപ്പിക്കണേ, ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഇവരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സമയം വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നാളെ യുദ്ധമാണ്. യുദ്ധത്തിന് വേണ്ടി പടക്കോപ്പുകളൊക്കെ റെഡിയായിരിക്കുന്നു, പട്ടാളം റെഡിയായിരിക്കുന്നു, ജനം മുഴുവൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, രാജാവ് റെഡിയായിരിക്കുന്നു, പരിവാരങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുന്ന എല്ലാ ഒരുക്കങ്ങൾ റെഡിയാണ്, യുദ്ധത്തിനുള്ള പെരുമ്പറ മുഴങ്ങുന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ പുരോഹിതന്മാർ ഈ സൈന്യവ്യൂഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഒരു ബലിയർപ്പണം നടത്തും. ആ ബലിയർപ്പണത്തിൻ്റെ പേരാണ് തോദാ ബലിയർപ്പണം. ഈ ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത ഇതാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ യുദ്ധം ആരംഭിക്കുന്നു. ഈ യുദ്ധത്തിൽ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തന്നതിന്, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി അർപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? എന്നാന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെച്ചിട്ടില്ല, വാള് വീശിയിട്ടില്ല, യുദ്ധം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് കയറിയിട്ടില്ല, യുദ്ധം ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല. മുൻപിൽ വലിയ സൈന്യമായിരിക്കാം, വലിയ ശത്രുക്കളായിരിക്കാം, പക്ഷെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ഈ പുരോഹിതൻ ജനത്തിന് വേണ്ടി, ഈ സൈന്യത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഈ തോദാ ബലിയർപ്പണം നടത്തുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തന്നതിനെ ഓർത്ത് തരണേ. തരാവോ? തന്നാ കൊള്ളാം. നോ, ഞങ്ങൾക്കിത് തന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു ബലിയർപ്പണം അവർ നടത്തിക്കൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് പോവുകയാണ്, നിങ്ങൾ കുഞ്ഞുങ്ങൾ, കർത്താവേ എത്ര A+? കുറേ A+. പരീക്ഷ ജയിക്കണേ. അല്ലെങ്കിൽ പള്ളിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ വരാറുണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കോ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് പോകുന്നു, ഇത് നടത്തി തരണേ എന്നാണ് യൂഷ്വലി പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസാമാന്യമായൊരു കോൺഫിഡൻസോടെ, ആത്മവിശ്വാസത്തോടെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന ഈ നല്ല കാര്യത്തിന് എനിക്ക് കർത്താവ് വിജയം തന്നു കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ധൈര്യം ഉണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ. ബാക്കിയൊക്കെ കുഞ്ഞു പിള്ളേർ പ്രാർത്ഥിക്കുന്നതെന്ന്, ഇത് തരണേ. നമ്മൾ ദൈവമക്കള്, തിരിച്ചറിവ് കിട്ടിയവർ, ഇതെനിക്ക് കർത്താവ് തന്നു കഴിഞ്ഞു എന്നുള്ള അത് വല്ലാത്തൊരു വിശ്വാസമാണ്. കർത്താവിന് അതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾ നാളിതുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥിച്ചതാണ്, നിഷ്കളങ്കതയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു, ഇത് നേടിത്ത ഈശോയെ, ഇതെനിക്ക് താന്നു, പക്ഷെ ഇതെനിക്ക് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മുടെ പുതിയ നിയമത്തിലെ സുന്ദരമായ ഒരു ഉദാഹരണം നമ്മുടെ സക്കറിയ എലിസബത്ത് ദമ്പതികൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അവർ വലിയ നല്ല മിടുക്കരായിരുന്നു. എന്തായിരുന്നു ഒരു സങ്കടം, വീട്ടിലുണ്ടാകുന്ന സങ്കടം എന്താന്ന്? എന്തായിരുന്നു എലിസബത്തിൻ്റെയും സക്കറിയയുടെയും വീട്ടിലെ സങ്കടം എന്താണ്? പശുവിന് പാല് കുറഞ്ഞു പോയി, അതാണോ? അല്ല. കിണറ്റിൽ വെള്ളം കിട്ടിയില്ല, അതാണോ? അല്ല. അവരുടെ സങ്കടം ആ നാട്ടിലെ ഏറ്റവും വലിയ സങ്കടമാണ്. യഹൂദരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സങ്കടങ്ങളൊന്ന്, തലമുറയില്ല, കുഞ്ഞുങ്ങളില്ല.
നിങ്ങളുടെ ആ നൊവേന പുസ്തകത്തിൽ ഒരുപാട് നിയമങ്ങളിൽ 2 പ്രത്യേകിച്ച് ഉള്ളത്. ഒന്ന് വിവാഹം നടക്കുന്നതിന് വേണ്ടി, 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി. ഒരുപാട് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന നിയമങ്ങളൊക്കെ അതിങ്ങനെ കിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സക്രിയ എലിസബത്ത് അവർ സാധാരണക്കാരല്ലായിരുന്നു, നല്ലവരായിരുന്നു. ലൂക്കാസ് സുവിശേഷം അവർ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവർ കൽപ്പനകൾ പാലിക്കുന്നവരായിരുന്നു, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു, നീതിമാന്മാരായിരുന്നു, നീതിമാനും നീതിമതിയായിരുന്നു. 2 പേരും നല്ല വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരാണ്. എലിസബത്തമ്മ നല്ലൊരു ജീവിതം നയിച്ചു. സക്രിയായുടെ കാര്യം വിശുദ്ധ ജീവിതം എന്ന് മാത്രമല്ല, ആളൊരു പുരോഹിതനും കൂടെയാണ്. എപ്പോഴും ദേവാലയത്തിൽ ബലിയർപ്പിക്കാനോ ആരാധന അർപ്പിക്കാനോ ഒക്കെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരാൾ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഞാൻ ഈ സക്രിയയുടെ എപ്പിസോഡ് വായിച്ചിട്ട് എനിക്കൊരു ചമ്മൽ തോന്നിയിട്ടുള്ളത്, ഒന്ന് സക്രിയ കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിച്ചില്ല എന്നുള്ള ചമ്മലല്ല, ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചിരുന്നേ, ഉറക്കെ പറ ഹല്ലേലൂയാ. ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കിയാണ്. ഇപ്പം എൻ്റെ അടുത്തേക്ക് ഇപ്പം ഞാനൊരു ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്നു, വചനം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു. ഇപ്പം പല മനുഷ്യരും പല ആളുകളും ഇങ്ങനെ കുറേ നിയോഗങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്. നിങ്ങളും പറയാറുണ്ടല്ലോ. ആരെ കണ്ടാൽ ചിലപ്പോൾ അച്ഛന്മാരെ കാണുമ്പോൾ നിങ്ങൾ പറയാം, അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ, അച്ഛാ മുട്ടുവേദന, ഭയങ്കര മുട്ടുവേദന, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, കുറേ നാളായിട്ട് മുട്ടുവേദന. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ചമ്മൽ തോന്നും. ബാക്കി എന്തും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് വേറെ രോഗങ്ങളൊന്നും, അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് വേറെ രോഗങ്ങളൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. അതിന് മുമ്പ് ഇഷ്ടം പോലെ വന്നിട്ടില്ല. അച്ഛനെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊന്നും ചെയ്തില്ല. ഒരു ദിവസം 2 മണിക്കൂർ അഡ്മിറ്റായി കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ. ഒരു പനി പിടിച്ചു. വൈകുന്നേരം ധ്യാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടറിനോട് പ്രത്യേകം പെർമിഷൻ മേടിച്ച് ഒരു ഇഞ്ചക്ഷൻ കൂടെ മേടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. കാരണം എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ എന്നെ 2ാമത് കുത്താൻ വന്ന നേഴ്സ് പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി, സ്നേഹം കൊണ്ടല്ല, ഞരമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫേസ്ബുക്കിലുള്ള അച്ഛനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഈ മാസ്കൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ്, ആരും കാണാൻ വലിയ അറിയണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മളെ പിടിക്കുമല്ലോ. ഞാൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? പനി പിടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? നിങ്ങൾക്ക് എങ്ങനെയല്ലേ? എനിക്ക് ദേഷ്യം വരും, പനി പിടിച്ചാൽ ദേഷ്യം വരും. കാരണം ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഭയങ്കര അസ്വസ്ഥയാണ്. കൊച്ചു പിന്നെ ഇങ്ങനെ തിരുമ്മി എന്നാലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉള്ളതൊന്നുമല്ല, ആശുപത്രി കിടക്കുന്ന അച്ഛൻ, നിനക്ക് കുത്തുന്നുണ്ടെന്ന് നീ കുത്താൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇവിടെ നേഴ്സുമാരുണ്ടെങ്കിൽ സ്തുതിയായിരിക്കട്ടെ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കുത്തായിരുന്നത്. ഞരമ്പിനാണോ കുത്തിയത്, എല്ലിനായിട്ടാണോ കുത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരിക്കലും ആരോടും ഇങ്ങനെയൊന്നും പറയരുതെന്നുള്ള ഒരു ഓർമ്മ എനിക്ക് കിട്ടി. തർക്കുത്തരം പറയരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചില കുത്ത് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ നന്നാവുന്നത്. അനുഭവസ്ഥരെ പരസ്പരം സ്തുതിയല്ലിക്കോളും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ പ്രാർത്ഥന ദൈവങ്ങളൊക്കെ ഇട്ടിപ്പം വീടില്ല, പിന്നെ ഇത് ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. കാരണം ഇതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഐ ഷുഡ് പ്രേ, ഞാൻ പ്രാർത്ഥിക്കണം. പക്ഷെ എനിക്ക് സങ്കടം, പേഴ്സണലി ഒരു സ്ട്രഗിൾ വന്നിട്ടുണ്ട്. കർത്താവേ, മുട്ടുവേദനയായിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് വരല്ലേന്ന്. കാരണം ഞാൻ കുറേ നാളായി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഉത്തരം തരുന്നില്ല. എനിക്കിത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചളിപ്പാണ്. എൻ്റെ മാറ്റിയില്ല, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നീ കേൾക്കൂല കർത്താവേ എന്നുള്ളൊരു സംശയം എൻ്റെ പൊട്ട ബുദ്ധിക്കകത്ത് കയറി വരും. ശ്രദ്ധിച്ചിരുന്നേ, ഈ സക്രിയയെ ഞാനിത് കമ്പയർ ചെയ്ത് എങ്ങനെയാണ്? സക്രിയയുടെ അടുത്തേക്ക് ഇങ്ങനെ എന്തോരം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്ന് കാണും. കാരണം ഇദ്ദേഹം ധൂപം അർപ്പിക്കാൻ പോകുന്നു, ബലിയർപ്പിക്കാൻ പോകുന്നു, തിരുസന്നിധിയിലേക്ക് പോകുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ യഹൂദ നാട്ടിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി ദമ്പതികൾ ഉണ്ടായിക്കണം. ഈ സക്രിയ ബലിയർപ്പിക്കാൻ പോകുന്ന സമയത്ത് എങ്ങാനും വന്ന് പറഞ്ഞു കാണും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചില്ല. ഇയാളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ഇത് തന്നെയല്ലേ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവ് കേൾക്കുന്നില്ല. വലിയ സ്ട്രഗിൾ. നിങ്ങൾ ഓർക്കണം, അത്ര ബലിപീഠത്തോട് ചേർന്ന് നിന്ന, അത്ര വിശുദ്ധിയിൽ ജീവിച്ച, ദേവാലയ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാഞ്ഞ അവരുടെ ജീവിതത്തിലും സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലാഖ പ്രത്യക്ഷപ്പെടുന്നു, സക്രിയയോട് കാര്യങ്ങൾ പറയുന്നു. സക്രിയയ്ക്ക് ഇച്ചിരി സംശയങ്ങളൊക്കെ തോന്നുന്നു, ഊമയായി പോകുന്നു, മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്നു. എലിസബത്തിൻ്റെ അടുത്ത് ഇതറിയുമ്പോൾ എലിസബത്തമ്മ പറയുന്നൊരു കാര്യമുണ്ട്. സക്രിയ ചോദ്യം ചെയ്തു, തീർച്ചയായിട്ടും ഒരു മാനുഷികമായ ചോദ്യമാണ്. പക്ഷെ എലിസബത്തമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്ക 1:25 പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്നവർ, നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ആരെങ്കിലുമൊക്കെ വിവാഹശേഷം ഇത്ര വർഷങ്ങളൊക്കെ ആയി സങ്കടപ്പെടുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ലൂക്ക 1:25 എലിസബത്തമ്മ ഇങ്ങനെ പറയാണ്, എൻ്റെ നാട്ടിൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട് മാറ്റാൻ എൻ്റെ ദൈവം എനിക്കിത് ചെയ്തു തന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അറിയോ, കുഞ്ഞ് ജനിച്ചിട്ടില്ല,
കുഞ്ഞ് ജനിച്ചിട്ടില്ല. ഈ പ്രായത്തിൽ ഈ കുഞ്ഞെങ്ങനെ ഉണ്ടാകുന്ന നൂറുകണക്കിന് ചോദ്യങ്ങളും ചിന്തകളും ഉള്ളിൽ. ആ കുഞ്ഞ് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം മാലാഖയിലൂടെ കൊടുത്തു, സ്വർഗ്ഗം ഈ സന്ദേശം കൊടുത്തു. ഈ അമ്മ, ഈ സ്ത്രീ ഇത് സ്വീകരിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല, കുഞ്ഞുണ്ടായിട്ടില്ല. യോഹന്നാന്റെ വരവിനി കാത്തിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു വരവുണ്ട്, സന്തോഷത്തിന്റെ ഒരു തുള്ളിച്ചാട്ടമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇനി നടക്കാറുണ്ട്. പക്ഷേ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ എലിസബത്ത് അമ്മ ഒരു ബലിയർപ്പണം നടത്തുകയാണ്, ഒരു തോതാ ബലിയർപ്പണം നടത്തുകയാണ്. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ, എൻ്റെ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന ഈ നാണക്കേട് മാറ്റാൻ എൻ്റെ ദൈവം എനിക്കിത് ചെയ്തു തന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കുഞ്ഞ് ജനിച്ചേക്കാം, കുഞ്ഞിനെ തരണേ എന്നൊന്നുമല്ല. കർത്താവേ, ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകല്ലേ, ഒന്നുമല്ല, എനിക്കിത് തന്നു കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ രാത്രി മുതൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഈ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. ഒന്ന്, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. രണ്ട്, ഞാനീ പ്രാർത്ഥിക്കുന്നത് കർത്താവ് എനിക്ക് തന്നു കഴിഞ്ഞു. കേട്ടുന്നുണ്ടോ? അത് വല്ലാത്ത വിശ്വാസമാണ്. തരുവായിരിക്കും എന്നുള്ളത് ആർക്കും വിശ്വസിക്കാം. ഇത്ര കാലം പ്രാർത്ഥിച്ച ഇത് കിട്ടും, ആർക്കും അത് വിശ്വസിക്കാം. പക്ഷെ ഒരു ഉത്തരവും മുമ്പിലില്ലാത്തപ്പോഴും, ഒരു സാധ്യതയും മുമ്പിലില്ലാത്തപ്പോഴും, ലോകം മുഴുവൻ ഇത് നടക്കില്ലെന്ന് പറയുമ്പോഴും, നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ തിരിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ പറയണം ഇത് തന്നു കഴിഞ്ഞു. ജോബ് ഒത്തിരി സഹനങ്ങളോട് നടന്നുപോയി. പ്രിയപ്പെട്ടവർ മരിക്കുന്നു, സ്വത്തുവകകൾ നഷ്ടപ്പെടുന്നു, രോഗങ്ങൾ വരുന്നു, ആൾക്കാർ കുറ്റപ്പെടുത്തുന്നു, വലിയ സങ്കടം. 42 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഇതിൻ്റെ ക്ലൈമാക്സിൽ 42-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ബൈബിൾ എടുക്കണമെന്നില്ല, 42:10 എല്ലാം കഴിഞ്ഞ് ജോബ് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി പരാതി കർത്താവിനോട് പറഞ്ഞു, ഒത്തിരി ചോദ്യങ്ങൾ ചെയ്തു. ഇടയ്ക്ക് സങ്കടം വന്നപ്പോൾ പലതും പറഞ്ഞെങ്കിലും ജോബ് പറഞ്ഞു ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബിൻ്റെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. എല്ലാം തകർന്നു പോയിട്ടും എന്നിട്ടും അവൻ ദൈവത്തെ ദുഷിച്ചില്ല. സങ്കടമൊക്കെ വന്ന് കരയവും പൊട്ടിക്കരയവും മറുപടി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഈ 42-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ജോബ് ഒരു പ്രാർത്ഥന നടത്തുള്ളൂ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം. ജോബ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോബ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. അനുഗ്രഹം എന്നാ സംഭവിച്ചറിയോ? അവന് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു കൊടുത്തു. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു കൊടുത്തു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അത് ഇരട്ടിയാക്കി കൊടുത്തു. വചനത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പിടികിട്ടണം. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇന്നലെ നമ്മൾ 10 ലക്ഷം രൂപയുടെ കടം പറഞ്ഞല്ലോ, 10 ലക്ഷം രൂപയുടെ കടം. ഒരു എക്സാമ്പിൾ ഞാൻ ഇയാളെ ഒന്നുകൂടെ എടുക്കുകയാണ്. ഈ പ്രദേശത്ത് 10 ലക്ഷം രൂപ കടമുള്ള ഒരേ ഒരാൾ അങ്ങല്ല, ഒത്തിരി ആൾക്കാരുണ്ട്, ഇല്ലേ? നിങ്ങൾ ഓർത്തേക്കുക, നിങ്ങളുടെ ഉണ്ടായ രോഗം, നിങ്ങളുടെ വീട്ടിലുള്ളൊരു ക്രൈസിസ്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു സങ്കടം, ഇതുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളാണോ? അല്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇങ്ങനെയാണ്. ജോബ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഒന്ന്, അങ്ങേക്കെല്ലാം സാധ്യമാണ്. 2, ഈ 10 ലക്ഷം രൂപയുടെ കാര്യം കർത്താവ് തീരുമാനം എടുത്തു കഴിഞ്ഞു. 3, എന്നെപ്പോലെ 10 ലക്ഷം രൂപ കടമുള്ള ഒത്തിരി പേരുണ്ട് ഈ നാട്ടിൽ. കേട്ടുന്നുണ്ടോ? എന്നെപ്പോലെ വിവാഹം നടക്കാത്തവരുണ്ട്, എന്നെപ്പോലെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, എന്നെപ്പോലെ സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്, നമുക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളിതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റണം. നിങ്ങളുടെ സഹനത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണുനീരിനെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുക. ജോബ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു കൊടുത്തു, ഇരട്ടിയാക്കി കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാൽ, മനെ, ഈ 10 ലക്ഷം രൂപ മാറുക എന്ന് മാത്രമല്ല, ഒരു ലോട്ടറിയും കൂടെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇഷ്ടപ്പെട്ട എല്ലാത്തിൻ്റെ മുഖത്തൊരു വെട്ടമൊക്കെ വന്നു. ബാക്കി വചനമൊന്നും പറയുമ്പോൾ വലിയ വെട്ടമൊന്നും വരാറില്ല. വചന സത്യമാണ്, അതങ്ങനെ സംഭവിക്കും. എന്നാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചുള്ളൂ. ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ സത്യമായിട്ട് ഇരട്ടിയല്ല, 4 ഇരട്ടിയായിട്ട് കർത്താവ് അനുഗ്രഹിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പറയാത്തത് നിങ്ങൾക്ക് എന്നോട് അസൂയ തോന്നിയാലോ എന്ന് വിചാരിച്ചാണ്. ഞാൻ മര്യാദയ്ക്ക് ജീവിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങളും അതിശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ ഇടത്തും വലത്തുള്ളവരെ കൈയൊന്ന് പിടിച്ചു. ഇടത്തും വലത്തുള്ളവരെ കയ്യെ പിടി. എന്നാ സങ്കടം എന്നൊന്നും ചോദിക്കേണ്ട, അവരുടെ പ്രാർത്ഥന നിയോഗം എന്നാന്ന് ചോദിക്കേണ്ട. ജസ്റ്റ് നമ്മൾ ഈ സമയം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു കൊടുത്തു, അത് ഇരട്ടിയാക്കി കൊടുത്തു. കൈയൊന്ന് ഉയർത്തി പിടിച്ചു, ഒരുമിച്ച് കൈയൊന്ന് ഉയർത്തി പിടിച്ചു. ഇതാണ് ക്രിസ്തീയ സമൂഹം.
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല ക്രിസ്തീയ സമൂഹം. എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ സമൂഹം. അതാണ് ഈശോ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ നിയോഗം മാത്രമല്ല, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. അനുഭവം കൊണ്ട് പറയാണ്, ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾ ഈ സമയം നിങ്ങളുടെ കയ്യെ പിടിച്ചേക്കുന്ന ആളുടെ പ്രാർത്ഥന അങ്ങ് ഈശോയ്ക്ക് കൊടുത്തേക്കുക. എന്താണെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്നതിന് മുമ്പേ പിതാവിന് ഇതെല്ലാം അറിയാം. കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തി ഒരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളൊന്ന് ചെല്ലാൻ പോവാണ്. ഈ സമയം നമ്മുടെ നിയോഗമല്ല, നമ്മുടെ കയ്യെ പിടിച്ചിരിക്കുന്നവരുടെ നിയോഗത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കരങ്ങൾ ഉയർത്തി എന്തുകൊണ്ടെന്നാൽ സ്വർഗവും ഉറക്കെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.